ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിക്കൻ വെച്ച് ഒരുപാട് വെറൈറ്റി റെസിപ്പികൾ നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലേ. വീട്ടിലേക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ സബോളയും തക്കാളിയും അരിഞ്ഞു വഴറ്റിയൊന്നും സമയം കളയാതെ വളരെ ഈസിയായി കിടിലൻ ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാവുന്ന നല്ല ക്രീമി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കാം. ഒരു ചിക്കൻ വേവാൻ എത്ര സമയം വേണോ അത്ര മാത്രം ടൈം മതി ഈ കറി റെഡിയാക്കാൻ. ടേസ്റ്റ് ആണെങ്കിൽ പലതരത്തിൽ നമ്മൾ ഉണ്ടാക്കാറുള്ള സ്ഥിരം ചിക്കൻ കറികളെക്കാളൊക്കെ വളരെയധികം ഡിഫറെൻ്റാണ്. ഈ കറി ഗ്രേവിയോട് കൂടെയും ഡ്രൈ ആയിട്ടുണ്ടാക്കിയാലും സൂപ്പർ ടേസ്റ്റാണ്. ചപ്പാത്തി, പൊറോട്ട, നെയ്ച്ചോറ്, വെള്ളപ്പം ഇതിലേക്കൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ഈ കറി അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം അല്ലേ. ഇതുപോലെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പികൾ ഇനിയും ജാഷീസ് കുക്കിൽ കാണാനും പരീക്ഷിക്കാനും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഈ കറിയിലേക്ക് ആദ്യം നമുക്കൊരു അരപ്പുണ്ടാക്കണം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള 2 കഷ്ണം ഇഞ്ചി, 10-20 വെളുത്തുള്ളി, 1/4 കപ്പ് അണ്ടിപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ കസൂരി മെത്തി, പിന്നെ ഞാനിവിടെ 1 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ ഇപ്പം ചേർക്കണ്ട, ഇതിൽ നിന്ന് 2-2.5 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഞാൻ തീരെ പുളിയില്ലാത്ത കട്ട തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് ഞാനിവിടെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ നല്ല പോലെ വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, എരിവിനനുസരിച്ച് കുരുമുളക് പൊടി. ഞാനിത് 1/2 ടേബിൾ സ്പൂൺ തന്നെ എടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, പിന്നെ നമ്മൾ അരയ്ക്കാതെ മാറ്റി വെച്ച ബാക്കിയുള്ള ഈ തൈര് ഇത്രയും ചേർത്ത് നല്ല പോലെ കൈകൊണ്ടൊന്ന് മിക്സ് ആക്കാം. ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. നാരങ്ങാനീരും തൈരൊക്കെ ചേർത്തത് കൊണ്ട് അല്ലാതെ വേവിച്ചാലും ചിക്കൻ നല്ല സോഫ്റ്റും ജ്യൂസിയും ഒക്കെ ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. എന്നാലും സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വന്നാൽ 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം ചേർക്കാം. ഇത് നന്നായി മൂത്ത് വന്നാൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിൻ്റെ അരപ്പോട് കൂടെ തന്നെ മുഴുവനായി ചേർത്ത് കൊടുക്കാം. ഇതിന് 5 മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റാം. ഓയിലൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനും ഹെൽത്തിനും ഒക്കെ അനുസരിച്ച് കൂട്ടുക കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഈ കറിയിൽ സബോളയും തക്കാളിയും ചേർക്കാത്തത് കൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാനായി വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ചേർത്താൽ നല്ലതാണ്. ഈ കറിയുടെ കളർ കണ്ടാൽ എരിവും പുളിയൊന്നും ഇല്ലാത്ത കറി പോലെയാണ് തോന്നുക. പക്ഷെ മറ്റു കറികളിലെ പോലെ തന്നെ നമ്മൾ ചേർത്ത കുരുമുളകിനനുസരിച്ച് എരിവ് എന്തായാലും ഉണ്ടാകും. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ കുരുമുളക് പൊടി ചേർക്കുക. ഇനി ഈ കറിയിൽ മുളക് പൊടിയൊന്നും ചേർക്കണില്ല. പിന്നെ എരിവിന് വേണ്ടി നമ്മൾ ഈ കറിയിൽ ഏറ്റവും ലാസ്റ്റ് പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എരിവ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാത്രം കുരുമുളക് പൊടി ഇപ്പോൾ ചേർക്കുക. പിന്നെ നമ്മൾ ഈ കറിയിൽ ചേർത്തിട്ടുള്ളത് തീരെ പുളിയില്ലാത്ത തൈരാണെങ്കിലും കറിക്ക് ആവശ്യത്തിന് വേണ്ട പുളി എന്നാലും തൈരിൽ നിന്നും പിന്നെ നാരങ്ങാനീരിൽ നിന്നൊക്കെ കിട്ടും. അതുകൊണ്ട് തീരെ പുളിയില്ലാത്ത തൈര് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണേ. ഈ കറിയിൽ പുളി കൂടുതലായി പോയാൽ മൊത്തത്തിൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ചിക്കൻ ഓയിലിൽ 5 മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ച ഒരു ചെറിയ ബൗൾ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് പിന്നെ ഒരു ചാർക്കോൾ കത്തിച്ച് കനലാക്കിയത് വെക്കാം. എന്നിട്ട് അപ്പം തന്നെ ഇതൊന്ന് മൂടി വെക്കാം. ഈ ഒരു സ്റ്റെപ്പാണ് കൂടുതലായിട്ട് ഈ കറിക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റെപ്പ് പരമാവധി സ്കിപ്പ് ചെയ്യാതിരിക്കാൻ നോക്കാം. ഇങ്ങനെ ചെയ്താൽ ഗ്രിൽഡ് ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഇതിലെ ചിക്കനും ഗ്രേവിക്കൊക്കെ കിട്ടും. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് മൂടി തുറന്ന് ഇതിലെ ബൗൾ എടുത്ത് മാറ്റാം. ഇപ്പോൾ ചിക്കനൊക്കെ 1/4 ഭാഗത്തോളം വെന്ത് ഇതിൽ അത്യാവശ്യം ഗ്രേവി ആയിട്ടുണ്ട്. ഇനി 2-3 മിനിറ്റ് കൂടി ഇതൊന്ന് തിളപ്പിച്ച് ഇതിൽ ഗ്രേവി ഒന്ന് കുറുക്കിയെടുക്കാം. വെള്ളമൊന്നും ഇതിൽ തരിപ്പോലും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കണ്ടില്ല, അല്ലാതെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ഇതിലുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണ്ട എന്നുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതി.
കറി ചെറുതായി ഒന്ന് കുറുകി വന്നാൽ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീമോ തിക്ക് ക്രീമോ എന്താണോ ഉള്ളത് അത് ചേർക്കാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഇനി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, തികച്ചും ഓപ്ഷണലാണിത്. കറിയിലെ എല്ലാ ഫ്ലേവേഴ്സും ഒന്ന് ബാലൻസ് ആവാനും കറിക്കൊരു ക്രീമി ടെക്സ്ചർ കിട്ടാനും ചേർക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ടേസ്റ്റിൽ ഇത് ചേർത്താലും ചേർത്തില്ലെങ്കിലും കാര്യമായിട്ട് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഞാൻ വളരെ കുറച്ചാണിത് ചേർത്തിട്ടുള്ളൂ. ഇതിന് 2 മിനിറ്റ് കൂടെ ഹൈ ഫ്ലെയിമിൽ നന്നായി ഒന്ന് തിളപ്പിക്കാം. ഇപ്പോൾ ഇതാ ഗ്രേവിയൊക്കെ നന്നായി കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ലാസ്റ്റായിട്ട് കുറച്ചുകൂടെ ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ചേർക്കാം. പിന്നെ കുറച്ച് പച്ചമുളകും മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ചൂടാറുന്തോറും നിങ്ങൾക്കറിയാമല്ലോ കറി ഒന്നുകൂടെ കുറുകി വരും. അപ്പോൾ ചെറുതായി ചൂടാറിയതിന് ശേഷം സെർവ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ. ട്രൈ ചെയ്ത് നോക്കിയാൽ മറ്റുള്ളവർക്ക് കൂടെ ഉണ്ടാക്കി നോക്കാനൊരു പ്രോത്സാഹനം കിട്ടാനായി ഈ വീഡിയോയുടെ അടിയിൽ തന്നെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുതേ. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായവും കമൻറ്റായി അറിയിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊക്കെ മറക്കാതെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.